ഹായ് ഫ്രണ്ട്സ്, രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ ചിത്രം DSR കാണാൻ വന്നിരിക്കുകയാണ്. പ്രീമിയർ ഷോ ആണ്. ഇവന് കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, പടം കണ്ടു. രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടറേയും കുറക്കാതെ പറയുന്ന അതാണ് എനിക്ക് ഈ പടം കണ്ടിട്ട് പറയാനുള്ളത്. ഒരു രക്ഷയില്ലാത്ത പടം. സീറ്റസ് ത്രില്ലർ എന്ന് പറയുന്ന പോലും കുറഞ്ഞു പോകും. ഹൊറർ ത്രില്ലർ സീറ്റസ് ത്രില്ലർ എങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ബോറടിക്കുന്ന ഒരു സെക്കൻഡ് പോലും ഞാൻ ബോറടിച്ചിട്ട് ഇരുന്നിട്ടില്ല. പ്രണവ് ഗംഭീര പെർഫോമൻസ് ആണ്. 21 നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒറ്റ പടം വെച്ച് അയാളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. വളർന്നു വരുന്ന ഒരു വലിയ മികച്ച കലാകാരനാണ്. ഇതിൽ തന്നെ അയാളുടെ ഡബിങ് കണ്ടിട്ട് ഞാൻ സംശയിച്ചു, അയാൾ തന്നെയാണ് ഡബ് ചെയ്തത് അതോ വേറെ ഏതെങ്കിലും നല്ല ഡബിങ് ആർട്ടിസ്റ്റ് അയാൾക്ക് സൗണ്ട് കൊടുത്താണോ എന്ന്. പക്ഷെ പിന്നീട് മനസ്സിലായി അയാൾ തന്നെയാണ് കഷ്ടപ്പെട്ട് ഡബ് ചെയ്തിരിക്കുന്നതെന്ന്. ക്രിസ്റ്റോ സേവിയർ BGM രക്ഷയില്ല. രക്ഷയില്ല എന്നുണ്ട്, വേറെ വാക്കൊന്നും കിട്ടുന്നില്ല പറയാൻ. പിന്നെ ഇതിനകത്ത് മോഹൻലാൽ ഉണ്ട് എന്നൊക്കെ കുറെ റൂമേഴ്സ് വന്നിരുന്നു. മോഹൻലാൽ ഇല്ല ഈ പടത്തില്. മോഹൻലാലിനെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ കഥയ്ക്കൊപ്പം നിന്നു. വളരെ നല്ല തീരുമാനമാണ്. അദ്ദേഹത്തെ പോലെ ഒരു സ്റ്റാറിനെ സിനിമയ്ക്ക് ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് കഥ വൃത്തിയായിട്ട് പറയാൻ സാധിച്ചു. അങ്ങനെയുള്ള ക്യാമിയോ സർപ്രൈസോ കാര്യങ്ങളൊന്നും ഈ പടത്തിലില്ല. പക്ഷെ അതല്ലാത്ത ചില സർപ്രൈസുകൾ ഉണ്ട്. ക്യാമിയോ അല്ലാതെയുള്ള ചില സർപ്രൈസുകൾ ഈ പടത്തിൽ ഉണ്ട്. സോ ക്യാമിയോ പ്രതീക്ഷിച്ച് ഈ പടം കാണാതെ ഒരു നല്ല ഹൊറർ ത്രില്ലർ കാണാനായിട്ട് വരാം. ഈ ജേണറിൽ ഇതുവരെ വന്നിട്ടുള്ള പടങ്ങളിൽ വെച്ച് ഏറ്റവും കളക്ഷൻ കിട്ടുന്ന പടം എനിക്ക് ഇതെന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. അമ്മാതിരി റെസ്പോൺസ് ആണ് തിയേറ്ററിൽ. പ്രേതത്തിനൊക്കെ കിട്ടുന്ന കയ്യടി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് പ്രേതത്തിനൊക്കെ ഇത്രയും കയ്യടി കിട്ടുന്ന തോന്നിപ്പോയത്. എന്തുകൊണ്ടും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ഈ പടം കണ്ട ആണ് ഇതിന്റെ പ്രധാന കാരണം. അത് ശരി, ബൈ.